നമസ്കാരം പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ജനവിധിയിലേക്ക് പ്രേക്ഷകരെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. സംഭവജനകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിന്റെ അന്ത്യത്തിൽ ഒരുപക്ഷെ ഇടതുപക്ഷത്തിന് ശക്തമായ മുന്നേറ്റം, UDFന് ശക്തമായ തിരിച്ചടി, BJP അപ്രതീക്ഷിതമായ വിജയം കൊയ്യുന്നു. ഇതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ചിത്രം. ശ്രീ KM മാണിയുടെ പ്രസ്താവന വന്നിട്ടുണ്ട്. ശ്രീ ബിനോയ്, അതായത് ബാർക്കോഴ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടില്ല എന്ന്. ഇനി എന്തിനാണ് ഈ അനിൽ 11-12 തീയതികളിൽ ഈ പരിപാടി നടത്താൻ പോകുന്നത്? അതെനിക്ക് അറിയേണ്ട കാര്യം. ബാർക്കോഴ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടില്ല. ബാർക്കോഴ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടില്ല. ബാധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് പാലയിലാണ് ആദ്യം ബാധിക്കേണ്ടിയിരുന്നത്. ബിനോയാണ് അനിലിന് കൊടുത്തോ? അല്ല, ഇതേപ്പറ്റി നമ്മുടെ ആരുമല്ല. സുധീരന്റെ പ്രതിപുരുഷനായ അനിലിനോട് ചോദിക്കാം. അല്ല, സുധീരൻ കഴിഞ്ഞ പ്രതികരിക്കേണ്ട ആളാണെന്നറിയോ? എക്കായിട്ട് പ്രതികരിക്കണം. പിന്നെ ഉമ്മൻചാണ്ടി, അനിലല്ല പ്രതികരിക്കേണ്ടത്. അനിലിനെ കൊണ്ട് പ്രചരിപ്പിക്കുന്നത്. ആ ശരി, എന്റെ പടിയാ അദ്ദേഹത്തിനെ പ്രചരിപ്പിക്കലല്ല. ഞാൻ പ്രതികരിക്കുന്ന അല്ല, ബിനോയ് അല്ല അവതാരകൻ തീരുമാനിക്കും വെച്ചിട്ട് ഞാനത് ഉൾക്കൊള്ളും. നിങ്ങൾ തമ്മിലൊരു മാച്ച് ഫിക്സിംഗ് ഉള്ള കാര്യം എനിക്കറിയില്ല. അതാണ് അനിലേ, അതായത് ഈ തെരഞ്ഞെടുപ്പിൽ കത്തി പടർന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ബാർക്കോഴയായിരുന്നു. ആ ബാർക്കോഴ വിഷയത്തെ മുൻനിർത്തിയുള്ള രാഷ്ട്രീയ സംവാദങ്ങളും വിവാദങ്ങളും. ഒരാൾ പറയുന്നു ബാർക്കോഴ ബാധിച്ചിട്ടേ ഇല്ല എന്ന്. എന്താണ് അനിലിന്റെ അഭിപ്രായം? അല്ല, അങ്ങനെ ഇപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇഷ്യൂ ബാധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഇരുന്ന് പറയാൻ പറ്റുന്ന കാര്യമല്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നതല്ല. അങ്ങനെ ആ വിഷയം, ഈ പറയുന്ന പർട്ടിക്കുലർ വിഷയം തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ടോ, ബാധിച്ചിട്ടുണ്ടെങ്കിൽ എത്രമാത്രം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതെല്ലാം വിശകലനം ചെയ്തതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. ശ്രീ KM മാണി കാടടച്ച് വെടിവെക്കേണ്ട കാര്യമില്ല, അത് ബാധിക്കും എന്നുള്ള കാര്യം ഞങ്ങൾ വിശകലനം ചെയ്തിട്ട് പറയും. അതുവരെ അത് സംബന്ധിച്ചുള്ളൊരു അവസാന വാക്ക് ആരുടെ ഭാഗത്തുണ്ടായാലും അത് സ്വീകരിക്കുന്നില്ല. ശരിയാ ഫിലിപ്പ്? വ്യക്തമായ അതായത് സുധീരന്റെ പ്രസ്താവന നോക്കുമ്പോൾ അനിലിന് വേണ്ടപ്പെട്ട നേതാവ് വരുന്നുണ്ട്. ശ്രീ രമേശ്, സൗണ്ട് എന്തായിരിക്കും പറയാ? UDFന് കേരളത്തിലെ ജനങ്ങൾ നൽകിയിരിക്കുന്ന ഒരു മുന്നറിയിപ്പാണിത്. 2009 മുതൽ UDF തുടർച്ചയായ വിജയം നേരിടുകയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിലും നല്ല വിജയം പ്രതീക്ഷിച്ചതാണ്. ഈ പരാജയ കാരണങ്ങളെപ്പറ്റി വളരെ ഗൗരവമായി പാർട്ടി UDFും പരിശോധിക്കും. തന്നെയുമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കുണ്ടായിരിക്കുന്ന ഈ വിജയം ഗൗരവതരമായി തന്നെ പരിശോധിക്കേണ്ടതാണ്. തൊലിപ്പുറത്തെ ഒരു ചികിത്സ കൊണ്ട് ഭേദമാക്കാൻ കഴിയുന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. 2009 മുതൽ ഒരു തെരഞ്ഞെടുപ്പിലും ജയിക്കാൻ കഴിയാത്ത LDFന് ഉണ്ടായിട്ടുള്ള ഈ വിജയം തീർച്ചയായും എല്ലാ നിലയിലും വിലയിരുത്തേണ്ട ഒന്ന് തന്നെയാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 70% വിജയമാണ് UDFനുണ്ടായത്. ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ തിരിച്ചടി പാർട്ടിയും UDFും ശരിയായ നിലയിൽ വിലയിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകും. മാത്രമല്ല, BJPക്ക് ഉണ്ടായിരിക്കുന്ന ഈ അവരുടെ ഒരു പ്രസൻസ് തെളിയിക്കാൻ അവർ കഴിഞ്ഞിട്ടുണ്ട്. അതും ഗൗരവത്തോടുകൂടി പാർട്ടി UDFും പരിശോധിക്കുന്നതാണ്. ഏതായാലും UDFന് ജനകീയ അടിത്തറ ഉണ്ടായിരിക്കുന്ന ജനകീയ അടിത്തറ നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകർ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. അവരെ ഞാൻ അഭിനന്ദിക്കുന്നു. അതേസമയം തന്നെ UDFൻ്റെ നയങ്ങളിലും പരിപാടികളിലും എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമോ എന്നുള്ള കാര്യവും ഗൗരവമായി ആലോചിക്കേണ്ട ഒന്ന് തന്നെയാണ്. എവിടെയാണ് പാളിച്ചകൾ സംഭവിച്ചത് എന്നുള്ളത് തുറന്ന മനസ്സോടുകൂടിയുള്ള ഒരു വിലയിരുത്തൽ ഏറ്റവും അനിവാര്യമാണ്. പാർട്ടിക്ക് മുന്നൊരുക്കത്തിൽ നമുക്ക് വീഴ്ച വന്നിട്ടുണ്ടോ, സ്ഥാനാർത്ഥി നിർണയത്തിൽ വീഴ്ചകൾ വന്നിട്ടുണ്ടോ എന്ന് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പാർട്ടി എക്സിക്യൂട്ടീവിൽ ചർച്ച ചെയ്ത് അതിൻ്റെ വിശദമായ കാര്യങ്ങളെപ്പറ്റി വിലയിരുത്തൽ നടത്തും. ഏതായാലും ഈ പരാജയത്തെ പരാജയമായിട്ട് തന്നെ ഞാൻ കാണുന്നു. 2009 മുതൽ ഇതുവരെ ഒരു തെരഞ്ഞെടുപ്പിലും പരാജയപ്പെടാതെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പരാജയം
അതീവ ഗൗരവത്തിൽ ഉള്ളത് തന്നെയാണ്. അതിനെ പാർട്ടിയും UDFും വളരെ ഗൗരവത്തോടു കൂടി തന്നെ വിലയിരുത്തും എന്നാണ് എൻ്റെ പ്രത്യാശ. ഈ തിരുവനന്തപുരത്ത് വെറും തോൽവിയല്ല, കനത്ത പരാജയം, 3ാം സ്ഥാനത്തേക്ക് പോകുന്നു. BJP അവരുടെ ശക്തമായ അടിത്തറ പാകിയിരിക്കുന്ന സ്ഥലം. ഒരുപക്ഷെ മന്ത്രിമാരടങ്ങുന്ന സംഘം തന്നെ നേരിട്ട് സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ചിറക്കിയ ഒരു ജില്ല കൂടി. അന്ന് തന്നെ ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. ഇക്കാര്യത്തിൽ എന്ത് നടപടിയാകും ഇനി ഉണ്ടാകും? അതെല്ലാം പരിശോധിക്കേണ്ട വിഷയങ്ങളാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്ത് സംഭവിച്ചു, കൊല്ലം കോർപ്പറേഷൻ എന്ത് സംഭവിച്ചു, തൃശ്ശൂരിൽ എന്ത് സംഭവിച്ചു, ഇതെല്ലാം വിലയിരുത്തലിന് വിധേയമാക്കേണ്ട കാര്യങ്ങളാണ്. പാർട്ടിയുടെ യോഗം അടുത്ത ദിവസം വിളിക്കുന്നുണ്ട്. അതിൽ വളരെ വിശദമായി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യും. മുഖ്യമന്ത്രി പറഞ്ഞത് ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സർക്കാരിന്റെ സ്വാഭാവികമായും സർക്കാരിന്റെ എതിരായിട്ടുള്ള ഒരു വിലയിരുത്തലായിട്ടാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. അപ്പൊ എന്താണ് അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായി ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി രാജിവെക്കേണ്ടതല്ലേ? അല്ല, തീർച്ചയായും ഞങ്ങൾ എല്ലാവരും പറഞ്ഞതാണ് ഗവൺമെൻറ്റിൻ്റെ വിലയിരുത്തലായിരിക്കും എന്ന് പറഞ്ഞതാണ്. അത് പറഞ്ഞ കാര്യം പറഞ്ഞില്ല എന്ന് പറഞ്ഞത് ശരിയല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്തെല്ലാം പാളിച്ചകൾ, ഭരണരംഗത്തുള്ള പാളിച്ചകളും നയങ്ങളും പരിപാടികളും വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട സന്ദർഭം കൂടി തന്നെയാണിത്. ഒരു സംശയവും അക്കാര്യത്തിലില്ല. കാരണം 2009 മുതൽ അരുവിക്കര തെരഞ്ഞെടുപ്പ് വരെ തുടർച്ചയായ വിജയങ്ങൾ മാത്രമാണ് UDFന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് എന്താണ് പരാജയ കാരണം എന്നുള്ളത് കണ്ടെത്തിയിട്ട് ഒരു ചികിത്സ ഈ കാര്യത്തിൽ ആവശ്യമാണ്. തൊലിപ്പുറത്തുള്ള ചികിത്സ കൊണ്ട് ഭേദമാകില്ല എന്നാണ് എൻ്റെ വിലയിരുത്തൽ. ഏതായാലും ശരി വളരെ വിശദമായ ഒരു പരിശോധന UDFിലും അതോടൊപ്പം തന്നെ പാർട്ടിയിൽ നടത്തണം എന്ന്. ഓക്കെ, വളരെ ശക്തമായിട്ട് ഒരുപക്ഷെ ജേക്കബ് ജോർജ്, എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള കോൺഗ്രസ് പ്രതികരണങ്ങളിൽ ഏറ്റവും ആർജവത്തോടെയുള്ള പ്രതികരണമാണ് രമേശിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും രമേശ് രണ്ട് കാര്യം പറഞ്ഞു. ഒരു കാര്യം പറഞ്ഞത് ശരിക്കും നല്ലൊരു ഇടത് നേതാവ് പറയേണ്ട കാര്യമാണ്. 2009 മുതൽ ഇതുവരെയും UDF പരാജയപ്പെട്ടിട്ടില്ല. ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നു, ഇടതുമുന്നണി മുന്നിൽ കയറിയിരിക്കുന്നു. അതിനകത്ത് എന്തോ ഉണ്ട് എന്ന് രമേശ് പറഞ്ഞു വെച്ചു. മാത്രമല്ല, തൊലിപ്പുറത്തുള്ള ചികിത്സ കൊണ്ട്, രണ്ടാമത്തെ കാര്യം, തൊലിപ്പുറത്തുള്ള ചികിത്സ പോരാ, ഒരു മേജർ ശസ്ത്രക്രിയ തന്നെ വേണമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുകയാണ്. ഒരു പ്രധാനപ്പെട്ട സർജറിക്ക് വേണ്ടി കോൺഗ്രസ് തയ്യാറാവണം എന്നുള്ള അദ്ദേഹത്തിന്റെ ആവശ്യം തീർച്ചയായിട്ടും ഈ ശസ്ത്രക്രിയ കോൺഗ്രസിന് ഉള്ളിലാണോ വേണ്ടത്, മുന്നണിക്കുള്ളിലാണോ വേണ്ടത്? നമുക്ക് വെള്ളാപ്പള്ളി നമ്മോടൊപ്പം ഉണ്ട്, ടെലിഫോൺ ലൈൻ നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ വെള്ളാപ്പള്ളി. ഹലോ, ശ്രീ വെള്ളാപ്പള്ളി, ഇത് ജോൺ ബ്രിട്ടാസ് ആണ്, പീപ്പിൾസ് സ്റ്റുഡിയോ. ജോൺ ബ്രിട്ടാസ് പണി കുറെ ചെയ്തില്ലേ? അതുകൊണ്ട് പണി ചെയ്ത് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നില്ല. ഇയാൾ വന്ന് ഇങ്ങനെ പറയാനുണ്ട്, നമുക്ക് മുഖാമുഖം സംസാരിക്കാം. പണി കുറെ നിങ്ങൾ എന്റെ ചോരയും കരളും എടുത്തല്ലേ അവസാനിപ്പിക്കുള്ളൂ. അതുകൊണ്ട് പ്ലീസ്, ഞാൻ ഒന്നും പറയുന്നില്ല. വെള്ളാപ്പള്ളി, നിങ്ങളെ പോലെ ഇങ്ങനെ പരിണതപ്രജ്ഞനായിട്ടുള്ള ഒരു സമുദായ നേതാവ് ഇതുപോലെ ഇങ്ങനെ ഖിന്നനായാലോ? ശ്രീ വെള്ളാപ്പള്ളി പോയി. ശ്രീ വെള്ളാപ്പള്ളി പോയി. ഇത്ര ഫിഗറിനാണ് വിട്ടാസേ. അതെ, ശ്രീ വെള്ളാപ്പള്ളിക്കെതിരെ ഒരുപാട് എന്റെ ഭൂപറ കരള് ഞാൻ പറിച്ചെടുത്താ പറയണേ. കരള് മാത്രോ? ഇങ്ങനൊരു സാധുവായ എന്നെ കുറിച്ച് ബിനോയ് ഇങ്ങനെയൊക്കെയുള്ള തെറ്റിദ്ധാരണകള്. ജോർജ് കുര്യൻ, നിങ്ങളുടെ ഒരു സുഹൃത്താണൊന്ന് ആ തെറ്റിദ്ധാരണ ഒന്ന് മാറ്റി കൊടുക്കണം കേട്ടോ. അദ്ദേഹം ബ്രിട്ടാസ് ചെയ്ത കാര്യമായിരിക്കും അദ്ദേഹം പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരുപക്ഷെ ശ്രീ KM മാണിയുടെ ഭാഗത്ത് വന്ന 2 പ്രതികരണങ്ങളിൽ ആദ്യത്തെ പ്രതികരണമാണ് നമ്മൾ കൊടുത്തത്. ഒന്ന്, ബാർക്കോഴ AC ഇട്ടില്ല എന്ന് അനിലിൻ്റെ മുഖം ചുളിച്ചുകൊണ്ടുള്ളൊരു പ്രസ്താവന KM മാണി നടത്തി. ആ പ്രസ്താവനയ്ക്കെതിരെയുള്ളൊരു പ്രസ്താവനയായിട്ട് വേണം രമേശിൻ്റെ പ്രസ്താവനയെ കാണാൻ വേണ്ടി. ശ്രീ KM മാണിയുടെ രണ്ടാമത്തെ പ്രസ്താവന, UDFിലെ ഒരു വിഭാഗം PC ജോർജിന് വേണ്ടിയിട്ട് വോട്ട് മറിച്ചു എന്നുള്ള ആരോപണം. അതുകൊണ്ടാണ് പൂഞ്ഞാറിലും ഈരാറ്റുപേട്ടയിലും ജോർജിന് നേട്ടം കൊയ്യാൻ കഴിഞ്ഞതെന്നും ശ്രീ KM മാണി പറയുന്നു. ആദ്യം തന്നെ ഒരുപക്ഷെ UDFില് സംഭവങ്ങളുമായ രാഷ്ട്രീയം UDFിനെ കാത്തിരിക്കുന്നു എന്നുള്ള ഒരു സൂചന നൽകിക്കൊണ്ട് KM മാണി ആദ്യത്തെ വെടിപൊട്ടിച്ചിരിക്കുന്നു. ശ്രീ അനിലിൻ്റെ പാർട്ടി സ്വാഭാവികമായിട്ടും അവിടെ കേരള കോൺഗ്രസും കോൺഗ്രസും ഉള്ളൂ, അല്ലാതെ ഇപ്പോൾ ലീഗൊന്നും അവിടെ ഇല്ല. PC ജോർജിന് വോട്ട് മറിച്ചു എന്ന് പറയുന്നു. അനിലേ, ഇത് ശരിയാണോ തെറ്റാണോ?
അല്ല അങ്ങനെ മറിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമായി പറഞ്ഞാലല്ലേ. അപ്പോൾ എല്ലാം മരുന്ന് വന്നിട്ടാണോ? അല്ല, ഒരു ഓറൽ സ്റ്റേറ്റ്മെന്റിന്റെ മുകളിൽ ആര് മറിച്ചു, എന്ത് മറിച്ചു, എങ്ങനെ മറിച്ചു എന്നെല്ലാം വളരെ വ്യക്തമാക്കണ്ട. UDF-നകത്ത് ചർച്ച ചെയ്യുന്നപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തല തന്നെ പറഞ്ഞല്ലോ, പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യും, UDF-നകത്ത് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ UDF-നകത്ത് ചർച്ച ചെയ്യണം. അപ്പോൾ തൊലിപ്പുറത്ത് ചികിത്സ വേണോ അതോ നമ്മുടെ ജേക്കബ് ജോർജ് പറഞ്ഞ ശസ്ത്രക്രിയ വേണോ എന്നെല്ലാം നമുക്ക് തൊലിപ്പുറത്തുള്ള ചികിത്സ പോരാന്നാണ് രമേശ്. അതെ, അപ്പം അങ്ങനെ ശസ്ത്രക്രിയ വേണോ, ശസ്ത്രക്രിയ വേണേ തന്നെ എവിടെ ചെയ്യണം എന്നുള്ളതൊക്കെ ചോദ്യങ്ങളല്ലേ. കാലിൽ ചെയ്യണോ, കൈ ചെയ്യണോ, തലയ്ക്ക് ചെയ്യണോ, ഹൃദയത്തിൽ ചെയ്യണോ? അല്ല, എനിക്ക് ഒറ്റ ചോദ്യമുള്ളൂ. ഈ ശസ്ത്രക്രിയയും ഈ ചികിത്സയും ഈ ചവിട്ടത്തിനും കോൺഗ്രസിന്റെ ഉള്ളിൽ മതിയോ അതെയോ UDF-ന്റെ ഉള്ളിൽ വേണോ? എന്താ താങ്കളുടെ അഭിപ്രായം? അല്ല, അത് കോൺഗ്രസിനകത്ത് ചർച്ച ചെയ്താലല്ലേ അത് പുറത്തേക്ക് ചർച്ച വേണോ എന്നുള്ള തീരുമാനിക്കാം. എന്താണ് അതിന്റെ പരിഭാഷ? രമേശ് കണ്ട ശസ്ത്രക്രിയ എന്ന് പറഞ്ഞാൽ നേതൃമാറ്റം തന്നെയാണ്. നേതൃമാറ്റമാണ്. അതേസമയം മാണിസാർ ഇപ്പോൾ അടിച്ചിരിക്കുന്നത് മുൻകൂർ, അതായത് 12-ാം തീയതി മാണിസാറിനെ അവിടെ നിർത്തിപ്പൊരിക്കുമെന്ന് പുള്ളിക്കറിയാം. KPCC-യിൽ ഈ രോഷം മുഴുവൻ പ്രകടിപ്പിക്കോടെ സുധീരൻ ഉൾപ്പെടെയുള്ളവരെ കെട്ടുകൊണ്ടിരിക്കും. മാണിസാറിനെ വിചാരണ ചെയ്യപ്പെടും. അതിന് മുൻകൂട്ടി തന്നെ ബെസ്റ്റ് ഡിഫൻസ് ഈസ് ഒഫൻസ് എന്നുള്ളത് കൊണ്ട് കോൺഗ്രസിന് ഇട്ടൊരു താങ്ങ് ആദ്യമേ താങ്ങിയിരിക്കുകയാണ്. ഷിബിനോയ്, ചെറിയാന്റെ ഭാഷ്യം നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? രമേശ് പറഞ്ഞല്ലോന്നേ, നയവും പരിപാടിയും മാറണമെന്നാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്താ? ഭരണരംഗത്തും അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം ഈ കാത്തിരിക്കുകയാണെന്ന് തയ്യാറാകാതെ തന്നെ നാളെ നേരം വിളിക്കും മുമ്പ് തന്നെ കോൺഗ്രസിനകത്തും UDF-നകത്തും യുദ്ധം ആരംഭിച്ചിരിക്കും. നോ നീഡ് ടു വെയിറ്റ് ഫോർ 11th and 12th. നാളെ ആരംഭിച്ചിരിക്കും. അത് സുധീരനും പറഞ്ഞു പാളിച്ചകളുണ്ട്, അതല്ലേ UDF, അതല്ലേ കോൺഗ്രസ് ചർച്ച ചെയ്യും. അതിൽ മര്യാദക്ക് പറഞ്ഞു ഇവിടെ കമ്മിറ്റി പറഞ്ഞില്ലെങ്കിലും അതിന്റെ മനസ്സിലെല്ലാം ഉണ്ട്. അപ്പൊ 12-ാം തീയതി UDF-ലോ അല്ലെങ്കിൽ KPCC-യിലോ KM മാണി ഉൾപ്പെടെയുള്ള വിചാരണ ചെയ്യപ്പെടും. സംവിധാനം പരിചയമുണ്ടെന്ന് എനിക്കറിയില്ല. അനിലിന്റെ മനസ്സിലെ പെടപ്പ് ആദ്യം മനസ്സിലാക്കുന്ന ഒരാള് ചെറിയാനല്ലേ? ഇല്ല, PM സുധീരന്റെയും രമേശിന്റെയും മനസ്സിൽ എനിക്കറിയാം. കാരണം 45 അത് ആന്റണി ഞാൻ പറയുന്നില്ല. ഈ രമേശും DM സുധീരനും എൻ്റെ ആത്മമിത്രങ്ങളാണ് ഇപ്പോഴും. അതുകൊണ്ട് അവര് എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് ടെലിപ്പതി ഇല്ലെങ്കിൽ പോലും എനിക്ക് കണക്കാക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് രമേശിന്റെ പ്രസ്താവനയുടെ വരിയുടെ അർത്ഥം ശസ്ത്രക്രിയ എന്ന് പറഞ്ഞാൽ ഭരണരംഗത്തുണ്ടായ പാളിച്ച് പരിഹരിക്കണമെങ്കിൽ നേതൃമാറ്റം തന്നെയാണ്. അത് തന്നെയാണ് സുധീരനും കാണുന്നത്. UDF നേതൃത്വത്തിൽ മാറ്റം വേണം, അതായത് ഉദ്ദേശിച്ചത്. അല്ല, രമേശിന്റെ മനസ്സിൽ പുതിയ ആശയമൊന്നും അല്ല ഇത്. ഈ ഗവൺമെന്റ് അധികാരം വന്നപ്പോൾ മുതൽ തന്നെ രമേശ് മനസ്സിൽ താലോലിച്ചു കൊണ്ടിരുന്ന ഒരു വിഷയം തന്നെയാണ് നേതൃമാറ്റം. നേതാവ് മാറിയാൽ പോരാ, ആ നേതൃസ്ഥാനത്തേക്ക് താൻ തന്നെ വരണമെന്നും അദ്ദേഹത്തിന്റെ അജണ്ടയിലുള്ളതാണ്. ഉമ്മൻചാണ്ടിയെ മാറ്റിക്കൊണ്ടുള്ള ഒരു ഭരണ സംവിധാനത്തെ കുറിച്ച് ഇപ്പൊ UDF-ന് ചിന്തിക്കാൻ പറ്റുമോ? തൽക്കാലം ചിന്തിക്കാൻ പറ്റുകയല്ല, അതിന് രമേശിന് അറിയാം. പക്ഷേ ഇപ്പോൾ ഒരു സാഹചര്യം, ഒരു കോണ്ടെക്സ്റ്റ് എമർജ് ചെയ്തിരിക്കുന്നു. UDF പരാജയപ്പെട്ടിരിക്കുന്നു. 2009 മുതൽ ഇതുവരെ പരാജയപ്പെട്ട UDF പരാജയപ്പെടുന്നു എന്ന് പറയുമ്പോൾ രമേശ് UDF നേതൃത്വത്തെയാണ് വിരൽ ചൂണ്ടുന്നത്. അല്ല, കോൺഗ്രസ് അത് അസാധ്യമല്ല. കാരണം കരുണാകരനെ മാറ്റാൻ സാധിച്ചു. AKAന്യെ മാറ്റുന്നത് ഇല്ലെങ്കിൽ പോലും AKAന്യെ മാനസികമായ ഒരു അവസ്ഥ ഉണ്ടാക്കി രാജിവെപ്പിക്കാൻ കഴിഞ്ഞു. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ് അങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിൽ കോൺഗ്രസിനുള്ളിൽ അഭിപ്രായം അടുത്ത തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്നുള്ള ലൈനാണെങ്കിൽ നേതൃമാറ്റം സാധ്യമല്ലാത്തതല്ല. വളരെ വളരെ പ്രസക്തമായിട്ട് പ്രസ്താവന. എനിക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചില ഘടകങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ കൺട്രോൾ റൂം അനാലിസിസ് നടത്തിയപ്പോൾ കണ്ട ഒരു കാര്യമുണ്ട്. BJPക്ക് മുന്നേറ്റമുണ്ടായത് BJPയുടെ സ്വന്തം നിലയ്ക്കാണ് ഭൂരിപക്ഷം ഇടങ്ങളിലും. വളരെ ചെറിയ സ്ഥലങ്ങളിൽ മാത്രമേ SNDPയുടെ സഹായം കിട്ടിയിട്ടുള്ളൂ എന്ന്. SNDPക്ക് വേറിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ തിരിച്ചടി SNDP നേരിട്ടു എന്നായിട്ട് മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ വെള്ളാപ്പള്ളിയുമായിട്ടുള്ള കെമിസ്ട്രി വേണ്ടത്ര രീതിയിൽ വർക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ടായിരിക്കാം വെള്ളാപ്പള്ളി മുൻകൂട്ടി ഒരു പ്രസ്താവന നടത്തിയത്, ഞാൻ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല എന്ന്. ജോർജ് കുര്യൻ ഒരു വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു അനാലിസിസ് ആണ്. BJPക്ക് ട്രഡീഷണലായിട്ട് സ്വാധീനമുള്ള സ്ഥലങ്ങളിലൊക്കെ ആരുടെയും പരിരക്ഷയും പിന്തുണയില്ലാതെ BJP ശക്തി വർദ്ധിപ്പിച്ചു. അത് പാലക്കാടാണെങ്കിലും വേണ്ടില്ല, തൃശ്ശൂരാണെങ്കിലും വേണ്ടില്ല, കാസർഗോഡാണെങ്കിലും വേണ്ടില്ല, ട്രിവാൻഡ്രമാണെങ്കിലും വേണ്ടില്ല. മറിച്ച് SNDPക്ക് സ്വാധീനമുണ്ടെന്ന് വെള്ളാപ്പള്ളി അവകാശപ്പെട്ട മേഖല ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം തുടങ്ങിയ സ്ഥലങ്ങളിലൊന്നും BJPക്ക് വേണ്ടത്ര ഒരു മേൽക്കോയ്മ ഉണ്ടാക്കിയിട്ടില്ല. വളരെ പ്രധാനപ്പെട്ട അനാലിസിസ്. എന്താണ് താങ്കൾ പറയുന്നത്? അല്ല, കൊല്ലം ജില്ലയിൽ BJPക്ക് ആകെ ജനപ്രതിനിധികളുണ്ടായിരുന്ന 17ആണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 50-ന് മുകളിലേക്ക് അത് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിൽ ഏതാണ്ട് 37ആണ് ഉണ്ടായിരുന്നത്. അത് 100-ന് മുകളിലേക്ക് പോയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ 2 ജില്ലയാണല്ലോ അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട. തിരുവനന്തപുരം ജില്ലയുടെ ഇപ്പോൾ പറയണ്ടല്ലോ, നല്ല റിസൾട്ട് വന്ന്. മാത്രമല്ല, ഞങ്ങൾക്കൊരു ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ ജയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ സഹകരണം ഗുണം ചെയ്തിട്ടുണ്ടാവും.
ആ കൊല്ലമായിരുന്നു ഞങ്ങളുടെ വളരെ ദുർബലമായിട്ടുള്ളൊരു ജില്ല. അവിടെ വളരെ ശക്തമായിട്ടുണ്ട്. വേറെ ദുർബലമായിട്ടുള്ള ജില്ല ആലപ്പുഴയായിരുന്നു, അവിടെ ശക്തിപ്പെട്ടിരിക്കുന്നു. ജോർജ് കുര്യൻ, ഞാൻ പറയുന്ന BJPയുടെ നേട്ടം നമ്മൾ കണ്ടു. അതായത് ഈ പറഞ്ഞ വാർഡുകളുടെ കാര്യത്തിൽ 480 എന്നുള്ളത് 1000-ലേക്ക് എത്തിയിരിക്കുന്നു. അത് SNDPയുടെ സഹായത്തോടു കൂടിയാണ്. SNDPയുടെ സഹായം ഇല്ലാതെ തന്നെ ആവില്ലായിരുന്നോ? ഉദാഹരണം ട്രിവാൻഡ്രം കോർപ്പറേഷനിൽ സ്വാഭാവികമായിട്ടും അതായത് 60 സീറ്റുകളിൽ 60 ഡിവിഷനുകളിൽ ശ്രീ O രാജഗോപാൽ മത്സരിച്ചപ്പോൾ ലീഡ് ചെയ്യുന്നതാണ്. SNDP ഇല്ലാതപ്പോൾ തന്നെ അരുവിക്കരയിൽ ശ്രദ്ധേയമായി ഉണ്ടാക്കിയതാണ്. ഇതൊക്കെയാണ് ഒരുപക്ഷെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ റിഫ്ലക്ട് ചെയ്തിരിക്കുന്നത്. O രാജഗോപാലിന് കിട്ടിയ കൂടുതൽ വോട്ട് SNDPയുടെ ആയിരുന്നു 2014 ലോക്സഭ. അതെയോ ഞങ്ങൾ അദ്ദേഹത്തിന്റെ ചങ്കും കേരളം പറിച്ചെടുത്തുകൊണ്ട് അദ്ദേഹം ദുർബലനായി? SNDPയുടെ O രാജഗോപാലിന് കിട്ടിയിരുന്നു, ഇപ്പോഴും കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വെച്ചാൽ ബിനോയ്, ഈ പറഞ്ഞ BJPയുടെ ശക്തി ദുർഗങ്ങളിലൊക്കെ BJP സ്വാഭാവികമായിട്ടും സീറ്റ് വർദ്ധിപ്പിച്ചു. വെള്ളാപ്പള്ളിയുടെ ശക്തി ദുർഗങ്ങളുള്ള സ്ഥലങ്ങളിലൊക്കെ നാമമാത്രമായിട്ട് ഒരു ആന്റി ഇൻകംബൻസിന്റെ ഭാഗമായിട്ട് വന്നതല്ല. ഒരുപക്ഷെ വെള്ളാപ്പള്ളി BJP സഖ്യം വർക്ക് ചെയ്തില്ലേ? ഈ കണക്ക് ശരിയായിരിക്കും. നിങ്ങളുടെ ഓഫീസ് നടത്തിയ ആ നിഗമനം ശരിയായിരിക്കും. കാരണം SNDP വോട്ടുകൾക്ക് ഒരു സ്വഭാവമുണ്ട്, അതിനൊരു ചരിത്രവും ഒരു പാരമ്പര്യ സംസ്കാരവും. ഞാൻ ഒന്നുകൂടി പറയാം, ഒരു ദാർശനിക അടിത്തറയുണ്ട്. അത് BJPക്ക് അങ്ങനെ വോട്ട് ചെയ്യാൻ മനസ്സുള്ളതല്ല. പക്ഷേ BJPക്ക് ഇപ്പോൾ പ്രഖ്യാപിക്കേണ്ട ആവശ്യമുണ്ട്. ഞാനും SNDP ഒന്നാമെന്ന് പറയുന്ന ആവശ്യമൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അത് ഭാവിയിലേക്ക് വേണ്ടതാണ്. പക്ഷേ ഭാവിയിലേക്ക് വേണ്ടി SNDP സഖ്യത്തിന് എത്രമാത്രം പ്രിയങ്കരമായിട്ട് BJP കണ്ടാലും ഈഴവ സമുദായത്തിലെ ഭൂരിപക്ഷം ജനങ്ങൾക്കും BJP അത്ര പ്രിയപ്പെട്ട അലയാകാൻ പോകുന്നില്ല. എനിക്ക് തോന്നുന്നു ജോർജ് കുര്യൻ അതായത് അമിത്ഷാ ചെവിക്ക് പിടിക്കുമെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് SNDP സഖ്യം ഗുണം ചെയ്തു എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ജോർജ് കുര്യൻ അങ്ങനെ പറയാൻ സാധ്യതയില്ലാത്ത ഒരാളാണ്. കട്ടപ്പന മുനിസിപ്പാലിറ്റി BJP ആ പ്രദേശത്തില്ലാത്തതാണ്. അവിടെ BJP ഇപ്പം 3 വാർഡിലാണ് ജയിച്ചിരിക്കുന്നത്, കട്ടപ്പന. അങ്ങനെ അനേക സ്ഥലങ്ങളിൽ ജോർജ് കുര്യൻ ഇത് തൊടുപുഴയില് ഒരിടത്തും ഒരു സെക്കൻഡ് ഞങ്ങൾ അനാലിസിസ് കണ്ടിരിക്കുന്നത് SNDPക്ക് സ്വന്തം നിലയ്ക്ക് ഒരു 500+ കിട്ടണമെന്നുള്ളതാണ് ഞങ്ങൾ കണ്ടത്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാനല്ല, ഇവിടെയുള്ള പാനൽ, അതിൽ കോൺഗ്രസും BJPയും നിരീക്ഷകരും എല്ലാം ഉള്ളൊരു പാനലിൽ 500+. അല്ല, ഇത് ഞങ്ങൾ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടേ ഇല്ല എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞാൽ പിന്നെ ഇതിനകത്തില്ലല്ലോ. അല്ല, SNDPയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി ഇല്ലല്ലോ. അല്ല അനിലേ, സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടേ ഇല്ല എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു കഴിഞ്ഞു. അല്ല, ഇന്നലെ പറഞ്ഞത് എന്തോ ഒരു കണക്ക് പറഞ്ഞു, 2900 3000 ഏതൊക്കെയോ കണക്ക് പറഞ്ഞിരുന്നു. അപ്പൊ ഇന്നലെ വരെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, ഇന്നിപ്പോ സ്ഥാനാർത്ഥി കാണാനില്ല. അപ്പൊ ഇന്നലെ വരെ പറഞ്ഞിരുന്നത് ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ പല മുന്നണിയിലുണ്ട്, ആദ്യം പറഞ്ഞു BJP. അപ്പൊ അതിനൊന്നും ഒരു സ്റ്റെബിലിറ്റി ഇല്ല. ഇതിനകത്ത് ജോർജ് കുര്യൻ എന്ത് തന്നെ പറഞ്ഞാലും ഈ SNDPയുമായിട്ടുള്ള കച്ചവടം BJPക്ക് നഷ്ടമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കം. നോക്ക്, ഉദാഹരണം ആലപ്പുഴ ഒരുപക്ഷെ പിന്നെ ജോർജ് കുര്യൻ വെള്ളാപ്പള്ളിയുടെ തട്ടകം എന്ന് പറയുന്നത് ഇവിടെ ഒരുപക്ഷെ വലിയൊരു മുന്നേറ്റം SNDP BJP ഉണ്ടാക്കുമെന്ന് ഞാൻ ഗ്രാമപഞ്ചായത്തിലേക്ക് നോക്കുക. ഇവിടെ ഒന്നും ഈ ചുവപ്പും പച്ചയല്ലാതെ വേറൊന്നും കാണുന്നില്ല. ഇവിടെയൊക്കെ പാതിയിലേറെ പഞ്ചായത്തുകളിൽ അത് തെറ്റാണ്. മീഡിയ ടെക്നിക്കാണ്. ഇവിടെ മാത്രമാണ് BJPയുടെ ഒരു കളർ, BJPയുടെ കളർ. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും അതായത് അത് ഇടത് മുന്നണിയാണോ വലത് മുന്നണിയാണോ ലീഡ് ചെയ്യുന്നതെന്ന് ഓരോ പഞ്ചായത്തിന്റെയാണ് കാണിച്ചിരിക്കുന്നത്. ഓരോ വാർഡ് നോക്ക്. പഞ്ചായത്തിന് ഇതാണ് പഞ്ചായത്തിൽ 1-2 നോക്ക്. ഞാൻ പറഞ്ഞ വെള്ളാപ്പള്ളിയുടെ തട്ടകത്തില് വെള്ളാപ്പള്ളി പറഞ്ഞ മൈക്രോ ഫൈനാൻസ്, പെണ്ണുങ്ങള്, പ്രയർ ഗ്രൂപ്പ്, സത്യപ്രതിജ്ഞ ഇതൊക്കെ നടത്തിയ സ്ഥലമാണ് ആലപ്പുഴ. സ്ത്രീകളെ കൂട്ടത്തോടെ കൊണ്ടുവന്ന് പ്രാർത്ഥനാ യോഗം കഴിഞ്ഞ ശേഷം ശ്രീനാരായണ ഗുരുവിന്റെ മുകളിൽ പടത്തിന് മുമ്പിൽ കൈവച്ചിട്ട് സത്യപ്രതിജ്ഞ നടത്തി. ആ ഒരു പ്രക്രിയയിലൂടെ ആലപ്പുഴയുടെ രാഷ്ട്രീയ ഭൂമിക മാറ്റിമറിക്കുമെന്ന് വെള്ളാപ്പള്ളി പ്രഖ്യാപിച്ചു. ആ ആലപ്പുഴയിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു പ്രയോജനവും ഇത് ചെയ്തിട്ടില്ല. ആലപ്പുഴയെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ വെള്ളാപ്പള്ളി എവിടെ ചെയ്തു? ഇതൊരു ശ്രീരാമപിള്ള, ഇതൊരു വെള്ളാപ്പള്ളി ഫാക്ടർ ഒരുപക്ഷെ ഈ BJPക്ക് കിട്ടിയ വിജയത്തെ അപഹരിക്കാൻ വേണ്ടിയുള്ളതാണോ? അതിനകത്തൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഈ വെള്ളാപ്പള്ളി BJP കൂട്ടുകെട്ടുകൊണ്ട് UDFനകത്തും അതിന്റെ സപ്പോർട്ട് ബേസുമായിരുന്ന കുറെ മതേതര വോട്ടുകൾ ലെഫ്റ്റിലേക്ക് പോയി. അതാണ് എന്നോട് ചോദിച്ചില്ല, ഉമ്മൻചാണ്ടിയുടെ മൗനമാണോ എന്ന് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടിയുടെ മൗനം എത്രത്തോളം ചെലവുള്ളതായിരുന്നു എന്ന്. ശ്രീ രാമപിള്ള സാറേ, ഇത് വേണ്ടത്ര രീതിയിൽ ഇത് ജെല്ല് ചെയ്തില്ലേ? ഈ രസതന്ത്രം ശരിയായില്ലേ? അതിനെപ്പറ്റി പറയാൻ ഞാൻ അതിൻ്റെ ഒരു ഭാഗമല്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ഈ SNDPയുടെ പിന്തുണ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. സീറ്റ് വർദ്ധിപ്പിക്കാനായിട്ട് വേണ്ടത്ര രീതിയിൽ സഹായിക്കാൻ കഴിയാതിരുന്നത് സംസ്ഥാനത്തിന്റെ പിടിപ്പുകേടായിരുന്നു. അതുകൊണ്ടല്ലേ താങ്കൾ നേരത്തെ പറഞ്ഞത്? കഴിഞ്ഞ ആവർത്തിക്കേണ്ട ആവശ്യം. ആവർത്തിക്കേണ്ട. ഇനി കോട്ടയം
കോട്ടയത്ത് സ്വന്തം നിലയ്ക്ക് 4 പഞ്ചായത്തുകൾ പിടിച്ചടക്കുമെന്ന് വെള്ളാപ്പള്ളി അവകാശപ്പെട്ടിരുന്നു, പ്രഖ്യാപിച്ചിരുന്നു സ്വന്തം നിലയ്ക്ക്. ഇനി കോട്ടയം നോക്കാം, നോക്ക്. 4 പഞ്ചായത്തുകൾ, കുമരകം, തിരുവാർപ്പ്, 4 പഞ്ചായത്തുകൾ, കുമരകം, തിരുവാർപ്പ്, അയ്മനം, അങ്ങനെ 4 പഞ്ചായത്തുകളിൽ ഒരെണ്ണത്തിൽ പോലും ഈ പറഞ്ഞ പച്ച തൊട്ടിട്ടില്ല. ഇതൊക്കെ ഞാൻ നമ്മളെ കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു പക്ഷേ കുമരകം ആരാണെന്ന് നോക്കുക. കുമരകത്തേക്ക് വരട്ടെ. കുമരകം LDF തന്നെ പിടിച്ചിരിക്കുന്നു. കുമരകം തിരുവാർപ്പ് നോക്കുക. അവിടെ BJPക്ക് ആകെ കിട്ടിയത് 2 നോക്ക്. BJP ഇല്ലാത്ത സ്ഥലമായിരുന്നു. NCTPക്ക് ഏറ്റവും ശക്തമായ കോട്ട. BJPക്ക് കിട്ടിയത്. ജോർജ് കുര്യൻ ശ്രദ്ധിക്കണം. ടോട്ടൽ നോക്കണം. അല്ല എനിക്ക് മനസ്സിലാക്കട്ടെ. അതായത് കോട്ടയത്ത് അയ്മനം നോക്കുക. അയ്മനം LDF, അതായത് ഫ്രീ ആയിട്ട് SNDP ജയിക്കുമെന്ന് കരുതുന്ന സ്ഥലമാണ്. ഇത് ഒരു പക്ഷേ ഒരു ചാനലിലും ഇത്രയും മൈക്രോ ലെവലിൽ അസസ്മെന്റ് നടക്കുന്നുണ്ടാവില്ല. ഇവിടെ വെള്ളാപ്പള്ളി അദ്ദേഹത്തിന്റെ ചങ്കും മാങ്ങയും ഞാൻ പറിച്ചു എന്ന് ആക്ഷേപിച്ചുകൊണ്ട് തന്നെ ഇത് എടുക്കുന്നത് ഞാൻ. അതായത് ഇത് പറിച്ച് ഞാനല്ല, ജനങ്ങളാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാണിക്കുന്നത്. ഇനി അടുത്ത് തിരുവാർപ്പ്, അത് UDF കൊണ്ടുപോയി. ഒരു സീറ്റിൽ മാത്രമാണ് SNDP BJP സഖ്യം വിജയിച്ചത്, ഒറ്റ സീറ്റിൽ മാത്രം. അതായത് ജോർജ് കുര്യൻ SNDP BJP സഖ്യത്തിന്റെ ഏറ്റവും ഫലപ്രദമായ വളക്കൂറുള്ള മണ്ണ് കോട്ടയമായിരുന്നു. ആർക്കും നിഷേധിക്കാൻ പറ്റില്ല, കോട്ടയമായിരുന്നു. ടി വി പുരം LDF ഒറ്റ സീറ്റ്. അതായത് 4 പഞ്ചായത്തുകളിൽ സ്വന്തം നിലയ്ക്ക് SNDP വിജയിക്കുമെന്ന് പറഞ്ഞ കോട്ടയത്ത് പച്ചതൊട്ടില്ല. ആലപ്പുഴ വെള്ളാപ്പള്ളിയുടെ കളിത്തൊട്ടിൽ, അവിടെ ആകെ ഒരു സ്ഥലത്താണ് SNDP BJP സഖ്യത്തിന് നേടാൻ കഴിഞ്ഞത്. ഞാൻ പറയുന്നു, ജോർജ് കുര്യൻ, നിങ്ങളോട് വീണ്ടും പറയുന്നു, നിങ്ങളുടെ നേതാവും സുഹൃത്തുമായിട്ടുള്ള മുരളീധരൻ പറഞ്ഞത് കറക്റ്റാണ്. അതായത് ഈ രസതന്ത്രം ഒരിക്കലും കേരളത്തിൽ ചേരില്ല. BJPയുടെ പരമ്പരാഗത മുരളീധരൻ ബ്രിട്ടാസിനോട് പറഞ്ഞു, എന്നോടല്ല, ജനത്തോട് മുഴുവൻ പറഞ്ഞു. എത്രയോ പ്രാവശ്യം അല്ല ജോർജ് കുര്യൻ, എന്റെ സുഹൃത്ത് ജോർജ് കുര്യൻ ചോദിച്ചേ, അതായത് നമുക്ക് എല്ലാവർക്കും കാര്യങ്ങളെല്ലാം അറിയാം. ഒന്നും അറിയില്ല, ബ്രിട്ടാസിന് ഒന്നും അറിയില്ല. അത് വേറൊന്ന് പറയട്ടെ. ഈ കുമരകത്ത് BJPക്ക് യൂണിറ്റ് ഇല്ലായിരുന്നു, ഒരു BJP പ്രവർത്തനം ഇല്ലായിരുന്നു. BJP യൂണിറ്റ് ഒരു സെക്കൻഡ്. അതായത് കേരള കോൺഗ്രസ് പറയാണ്, ക്രിസ്ത്യാനികൾ 20% ഉള്ളൂ. ഒരു സെക്കൻഡ് ചെറിയ കേരള കോൺഗ്രസ്സുകാർ പറയാണ്, ഞങ്ങൾക്ക് പിന്നെ മലപ്പുറത്തൊന്നുമില്ല, UDFന്റെ അവിടുത്തെ പാർട്ടി ലീഗാണ് എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ അവിടുത്തെ പാർട്ടി SNDP ആണ്. അടുത്ത് മൂന്നാമത്തെ സ്ഥലം അനാലിസിസിലേക്ക് പോകണം. മൂന്നാമത്തെ സ്ഥലം അയ്മനം ലെഫ്റ്റ്. ഇനി മൂന്നാമത്തെ സ്ഥലം ഇതാണ് കൊല്ലമല്ലേ? കൊല്ലം. അടുത്തത് മൈക്രോ ഫൈനാൻസ്, ഏറ്റവും കൂടുതൽ SNDPയുടെ ആസ്ഥാനം, SNDPയുടെ ആവിർഭാവം ഉള്ള കൊല്ലം. ഒറ്റ സ്ഥലത്ത് തൊട്ടിട്ടില്ല അവിടെ. അല്ലെങ്കിൽ UDFനെങ്കിലും സഹായിക്കാൻ പറ്റുന്ന, UDFനെങ്കിലും സഹായിക്കാൻ പറ്റുന്ന ഒരു ചോർച്ച ഉണ്ടാക്കാൻ പറ്റിയില്ല. കരുനാഗപ്പള്ളി എവിടെയാണ്? മൈനാഗപ്പള്ളി. നോക്കിക്കോളൂ. കരുനാഗപ്പള്ളി പഞ്ചായത്താണോ? മുനിസിപ്പാലിറ്റി അല്ലേ? ചെറിയ BJPയുടെ അടുത്തും ഇല്ല സാറേ. അല്ല, വാർഡിന്റെ വാർഡൊക്കെ ഉണ്ട്. ഇതെല്ലാം 1, 2, 1, 1 ഒന്നൊക്കെ ഒരു പക്ഷേ അപ്പുറത്തെ വിമതനം കിട്ടുന്നതാണ്. എന്റെ ഇവിടെയാണ് BJPയുടെ വാർഡുകൾ. നോക്കുക, ഞാൻ ചോദിക്കുന്നത് വെച്ചാല് അവിടെയൊക്കെ ഈ പറഞ്ഞ പരമ്പരാഗത SNDP ഭക്തന്മാരെ LDFിൽ നിന്ന് തിരിഞ്ഞ് UDFിലേക്കെങ്കിലും പോകും, അല്ലെങ്കിൽ BJPയിലേക്ക് വരും എന്നുള്ള ആ പ്രഖ്യാപനമൊക്കെ അസ്ഥാനത്തായോ? ഇല്ലല്ല, 17 വാർഡാ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്ന് കൂട്ടി നോക്കി എത്രയാന്ന്. കൊല്ലം ജില്ലയില് 17 വാർഡായിരുന്നു BJPക്ക് ഉള്ളത് ആകെ. അതിപ്പോ അത് ഞാനൊരു കാര്യം പറയട്ടെ, ഒരു സെക്കൻഡ്. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, BJPയേക്കാൾ 10 മടങ്ങ് ശക്തി ഈ ഭൂപ്രദേശങ്ങളിലുള്ള ഒരു സമുദായ സംഘടനയുടെ പിൻബലം കൂടി നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾ പരമ്പരാഗതമായിട്ടുള്ള മേഖലയിൽ ആർജിച്ച വിജയത്തിന്റെ തോത് പോലും അവിടെ നേടാൻ പറ്റിയില്ല എങ്കിൽ ആ രസതന്ത്രം പരാജയപ്പെട്ടില്ലേ? ബിനോയ് താങ്കൾ ഇപ്പൊ ചെയ്യുന്ന കാര്യം ഒരു പാഴ്വേലയാണ്. എന്തുകൊണ്ടെന്നാൽ അമിത്ഷാ ഒരു കെമിസ്ട്രി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കെമിസ്ട്രി പ്രകാരം അക്കൗണ്ട് തുറക്കണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ BJPക്ക് SNDPയെ കൂടിയേ തീരൂ. ആ രാഷ്ട്രീയത്തിന്റെ വക്താവാണ് ജോർജ് കുര്യൻ. നിങ്ങളിപ്പോ അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിക്കുവാണ് SNDP ഒന്നും അല്ലെന്ന്. ജോർജ് കുര്യൻ അങ്ങനെ ഒരു വക്താവൊന്നും അല്ല. ഇവിടെ ഈ വേദിയിൽ ജോർജ് കുര്യൻ ചെയ്യേണ്ട കാര്യം വെച്ചാൽ SNDP BJP സഖ്യം പരാജയപ്പെടുന്നില്ല, അത് ഭാവിയിലേക്കും വേണം.
സ്ഥാപിക്കാൻ നിൽക്കുന്ന ആളോട് നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതാണ് തിരിച്ചാ ഹി കനോട്ട് ഡു ഇറ്റ്. മിസ്റ്റർ ബിനോയ്, ഞാൻ ജോർജ് കുര്യനെ ബോധ്യപ്പെടുത്താനല്ല, ഒരുപക്ഷെ പ്രേക്ഷകർക്ക് സത്യം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ്. അതായത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പ്രഖ്യാപിച്ചതും മാത്രം അത് എനിക്കറിയാം ശ്രീ ജോർജ് കുര്യൻ ഇത് പുറമേക്ക് സമ്മതിക്കുന്നില്ലെങ്കിൽ ഉള്ളിൽ ഞാൻ പറയണ മുഴുവൻ ഇങ്ങനെ സ്വീകരിച്ചുകൊണ്ടിരിക്കാന്ന് എനിക്കറിയാം. പ്രേക്ഷകരും സമൂഹവും അറിയേണ്ടത് കേരളത്തിലെ BJP. അടുത്തത് പാലക്കാട് അമ്പലപ്പാറ എന്നുള്ള ഒരു പഞ്ചായത്തില്, ആ പഞ്ചായത്തിൽ മാത്രമാണ് അത്. പക്ഷേ ഒന്നുമില്ല, അവിടെ ആകെ ഒന്നുമില്ല. അമ്പലപ്പാറ 11 സീറ്റിൽ 1 സീറ്റിന്റെ ഫലമേ വന്നിട്ടുള്ളൂ. ആ ഒരു സീറ്റിൽ മാത്രമാണ് അത്, ഒരു സീറ്റിന്റെ ഫലമേ വന്നിട്ടുള്ളൂ. ബാക്കി നോക്ക്, ഒരു സ്ഥലങ്ങളിലും ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. SNDPക്ക് ഗണ്യമായ സ്വാധീനമുണ്ട് എന്ന് അവകാശപ്പെട്ട വേറൊരു ജില്ലയാണ്. ബ്രിട്ടാസിനോട് നന്ദിയുണ്ട്. 17 വാർഡ് മാത്രം ജയിച്ച BJPക്ക് കൊല്ലത്ത് 50-ലേറെ ജയിക്കാൻ സാധിച്ചു എന്ന് പ്രേക്ഷകരോട് പറഞ്ഞതില് മാത്രമല്ല, SNDPക്കാരും മുഴുവൻ BJPയുടെ സ്ഥാനാർത്ഥികളായിട്ടല്ല നിന്നത്, മറ്റു മുന്നണിയുടെ സ്ഥാനാർത്ഥികളുമായിട്ട് SNDPക്കാരുണ്ടായിരുന്നു. അത് കേൾക്കുന്ന നാട്ടുകാർക്കറിയാം, കാരണം അതേ പ്രദേശത്ത് അവർക്കറിയാമല്ലോ. ഇന്നയാള് SNDPയുടെ ആളാണ്, അത് LDFിലാണ്. ഇന്നയാള് SNDPയുടെ ആളാണ്, അത് UDFിലാണ്. ഇന്നയാള് BJPയുടേതാണ് എന്ന് നാട്ടുകാർക്കറിയാം. ഇപ്പൊ കൊല്ലത്ത് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അത് ഞാൻ കൂട്ടി നോക്കിയപ്പോഴാണ് മനസ്സിലായത്. കൊല്ലം എന്ന് പറഞ്ഞാൽ വളരെ ദുർബലമാണ്. 17 സീറ്റ് ഉണ്ടായിരുന്നിടത്ത് അത് BJP BJP SNDP വന്നുകൊണ്ടാണ് BJP ശക്തിപ്പെട്ടത്. അല്ല, SNDPയുടെ കാര്യം അത് SNDPയുടെ ആൾക്കാർ പറയും. നിങ്ങളുടെ വാർഡുകളില് കേവലപരമായിട്ടുള്ള വ്യത്യാസം വരുത്താൻ മാത്രമുള്ള ശക്തി SNDPക്ക് ഉള്ളോ? അതെ, ഒരു 30 അസംബ്ലി ഒരു പഞ്ചായത്തിൽ പോലും വിജയിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് BJPയെ മാറ്റാനുള്ള ശക്തി SNDPക്ക് ഇല്ല എന്ന് ജോർജ് കുര്യൻ പറയുന്നു. മാത്രമല്ല, BJPക്ക് ഉണ്ടായ ഓരോ വിജയത്തിന്റെയും പുറകിൽ BJP വോട്ടുകളല്ല എന്ന് പറയുന്നുണ്ട് പരോക്ഷമായിട്ട്. അതെ, അതും പറയുന്നുണ്ട്. എന്റെ അഭിപ്രായത്തിൽ BJP ഒരു ചെറിയ ഫോഴ്സ് അല്ല കേരളത്തിൽ. നമ്മളെല്ലാവരും ഗൗരവപൂർവ്വം കാണേണ്ട വളർച്ചയുണ്ട് BJPക്ക് ഇവിടെ. അത് അപകടകരമാണത്. അപകടകരമായ വളർച്ചയുടെ പുറകിലേക്ക് BJP പോകുമ്പോഴത്തേക്ക് BJPക്ക് ആവശ്യം എന്താ? ഞങ്ങൾ ഫോഴ്സ് ഒന്നും അല്ല, സ്ഥാപിക്കലാണെങ്കിൽ നല്ലതല്ല. പക്ഷെ ജനങ്ങൾക്കറിയാം, തിരുവനന്തപുരത്തെ ജനങ്ങൾക്കറിയാം, ഓരോ പ്രദേശത്തെയും ജനങ്ങൾക്ക്, ഓരോ പഞ്ചായത്തിലെയും ജനങ്ങൾക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഇത്രയും വലിയ വിജയം ഉണ്ടായെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അതിനകത്ത് ജോർജ് കുര്യൻ പറയുന്ന കേട്ടാ തോന്നും ഞങ്ങൾ വെറുതെ തമാശക്കൊന്ന് മത്സരിച്ചതാണ്, ഇത്രയൊക്കെ ജയിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നത് പോലെയാ. അല്ല, ഒരു തെരഞ്ഞെടുപ്പിന് എന്തിനാ SNDPയെ കൂട്ടിയത് BJP? അമിത്ഷായുടെ പോളിസി എന്തിനു വേണ്ടിയാ? ഇവിടെ അക്കൗണ്ട് തുറക്കാൻ. ഞാൻ നിങ്ങൾ പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലല്ലോ, ഈ അക്കൗണ്ട് തുറക്കാൻ വേണ്ടിയിട്ട് SNDPയെ കൂട്ടിയത്. ഈ SNDPയെ കൂട്ടിയിട്ട് ഒരു ഗുണവും ഇല്ല എന്ന് പഞ്ചായത്ത് വൈസ് ഒരു പഞ്ചായത്തിൽ ഒരു സീറ്റ് ജയിക്കാനായിട്ട് ആരെങ്കിലും കൂട്ടേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. ഒരു പഞ്ചായത്തിൽ. അപ്പൊ ഈ പറയുന്ന SNDPയുമായുള്ള കൂട്ടുകച്ചവടം BJPക്ക് നഷ്ടമാണ്. ഇവരാണ് പറയുന്നത് ഞങ്ങൾ അടുത്ത നിയമസഭയിൽ അക്കൗണ്ട് തുറക്കുന്നു. ഞങ്ങൾ ജയിച്ചിരിക്കുന്നു. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും SNDP ഇല്ല BJP എന്ന് പറയുന്ന വളരെ അക്കൗണ്ട് തുറക്കുന്നത് നിയമസഭയിലല്ലേ. ഞാൻ ഒരു കാരണവശാലും ഒരു അവതാരക നിലയിൽ BJPയുടെ സ്പെക്ടാക്കുലർ ആയിട്ടുള്ള പെർഫോമൻസ് ചെറുതായി കാണില്ല. പക്ഷെ ഞാൻ വീണ്ടും പറയുന്ന ഒരു കാര്യമുണ്ട്, SNDP ഫാക്ടറാണ് ഇവിടെ ഏറെക്കുറെ ചർച്ച ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം കഴിഞ്ഞ ഒരു മാസക്കാലം. ആ ഫാക്ടർ വേണ്ട രീതിയിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടില്ല എന്ന് മാത്രം പറഞ്ഞു വെക്കാൻ വേണ്ടിയാണ് ഞാൻ വെള്ളാപ്പള്ളിയുടെ തട്ടകങ്ങളിലൂടെ യാത്ര. അല്ല, എന്നോടിപ്പോൾ അദ്ദേഹം അത് പറഞ്ഞുകൊണ്ട് മാത്രമല്ല, അല്ലെങ്കിൽ ഞാനത് പരിശോധിക്കാൻ വേണ്ടി ഇരുന്നതാണ്. എന്താ കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അവകാശവാദം വേഴ്സസ് ആക്ച്വൽ പെർഫോമൻസ്. 4 പഞ്ചായത്ത് CPMന്റെ നേതാക്കൾ പോലും ആശങ്കപ്പെട്ടിരുന്നു. കോട്ടയത്ത് 3 പഞ്ചായത്തുകളെങ്കിലും ഒരുപക്ഷെ SNDP സഖ്യത്തോടെ BJP പിടിക്കുമെന്ന്. തീർച്ചയായിട്ടും ഞാൻ പറയുകയാണ്, അത്രത്തോളം ഈ പറഞ്ഞ SNDPക്ക് പ്രാമുഖ്യമുള്ളത്. രണ്ടാമത്തെ പാലക്കാട്, മൂന്നാമത്തെ കൊല്ലം, ആലപ്പുഴ, ഇവിടെ ഒന്നും ഈ പറഞ്ഞ ഗ്രാസ് റൂട്ടിൽ ആ ഇമ്പാക്ട് കാണുന്നത് മാത്രമല്ല. നമ്മുടെ രാംപിള്ള സാറ് പറഞ്ഞ BJPക്ക് അനുകൂലമായ നിലപാട് പോലും ജോർജ് കുര്യൻ അംഗീകരിക്കുന്നില്ല.
കാരണം ഇദ്ദേഹം പറഞ്ഞത് നരേന്ദ്രമോദിയുടെ ഒരു ഇഫക്റ്റ് ഇതിനകത്തുണ്ട് എന്നാ. ജോർജ് കുര്യൻ പറയുന്ന ആവുന്നില്ല SNDP ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ 20 ജയിച്ചതെന്നാ. ആലോചിച്ച് നോക്കണം. പഴയ SRPക്കുള്ള ശക്തി പോലും SNDP ഇല്ല എന്ന് തെളിഞ്ഞിരിക്കുന്നു. അതായത് ഈ കുമരകം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ശ്രീനിവാസൻ, അതായത് 82 ഇലക്ഷനിലെ SRPയുടെ സ്ഥാനാർത്ഥിയായി കോട്ടയത്ത് 8000 വോട്ടിൽ ജയിച്ചത്. എന്റെ ചെറിയ സംഭവം എന്ന് വെച്ചാൽ SNDPക്ക് ശക്തി ഉണ്ടായിരുന്നു. ആ ശക്തിയെ BJPയിലേക്ക് സന്നിവേശിപ്പിക്കാൻ കഴിയുന്ന ഒരു BJP നേതൃത്വം സംസ്ഥാനത്ത് ഇല്ലാതെ പോയിന്നാണ് രാമപിള്ള സാറ് പറയുന്നത്. അതും ശരിയാണ്. അല്ല, അത് സത്യമാണെന്ന് ശരിയാണോ അല്ലയോ സാറ്? ഇവരുടെയൊക്കെ തലതൊട്ടപ്പനാണ് സാറ്. പറ ഒന്നും കൂടി. അല്ലെ, ഞാൻ പറഞ്ഞ വാചകം അല്ല പറയുന്നത്. അപ്പൊ സാറ് പറഞ്ഞ വാചകം എന്താണ് സാറ്? SNDPയുടെ സഹകരണം BJPയെ ഗണ്യമായി സഹായിച്ചിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ്. 2 അവർക്ക് പൂർണ്ണമായി 100% BJPയെ സഹായിക്കാൻ കഴിയില്ല. ആ കാരണം അവരുടെ അണികൾ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽ ഉണ്ട്, പ്രവർത്തിക്കുന്നവരാണ്. 3 ആ പരിമിതി ഉണ്ടായിരുന്നു. മൂന്നാമത് ഈ അനുകൂല ഘടകത്തെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതും ശരിയാണ്. ഓക്കെ, അത് BJPക്ക് ഒരു പാർട്ടി വിരുദ്ധനില്ല, പാർട്ടി വിരുദ്ധനില്ല നയിക്കാൻ BJPക്ക്. അതാണ് പറയുന്നത്. ബ്രിട്ടാസ് ഇപ്പൊ പറഞ്ഞുകൊണ്ട് വരുന്നത് BJPയില് അച്യുതാനന്ദനെ പോലെ ഒരു പാർട്ടി വിരുദ്ധനില്ല പാർട്ടിയെ നയിക്കാൻ. അതുകൊണ്ടാണ് സംഭവിച്ചതെന്നാണ് ഇപ്പോ മൊത്തത്തില് ബ്രിട്ടാസ് പറഞ്ഞുകൊണ്ട് വരുന്നത്. അത് പറഞ്ഞുകൊണ്ട് വരുന്നത് ഒരു പേരും പറയാറില്ല. BJPയില് അച്യുതാനന്ദനെ പോലെ ഒരു പാർട്ടി വിരുദ്ധനില്ല എന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നതിന്റെ അർത്ഥം. അത് ജനങ്ങൾക്ക് അതായത് 1975 മുതൽ 1995 വരെ SNDPയുടെ രാഷ്ട്രീയ പാർട്ടിയായിരുന്നു SRP. അന്ന് UDFന്റെ ഭാഗമാണ് 20 വർഷം. ആ സമയത്ത് ഞാൻ UDFിൽ പ്രവർത്തിക്കുന്ന ആളെന്ന നിലയിൽ ഞാൻ ചില ഘട്ടങ്ങളിൽ KPC ഭാരവാഹിയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും SRPക്ക് SNDPയുടെ രാഷ്ട്രീയ പാർട്ടിക്ക് ഏതെല്ലാം പഞ്ചായത്തുകളിൽ പ്രാമുഖ്യമുണ്ട് എന്നെനിക്കറിയാം. ആ പഞ്ചായത്തുകളാണ് ഇപ്പോൾ ബ്രിട്ടാസ് ചൂണ്ടിക്കാട്ടിയത്. അവിടെ SNDPയുടെ സ്ഥാനാർത്ഥിക്കോ SNDP സഹായിക്കുന്ന BJPക്കോ നാമമാത്രമായി പോലും BJPയെ സഹായിക്കാൻ കഴിയാത്ത ഒരവസ്ഥ